ഗുഡ് മോർണിംഗ്. സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് 7 വരെ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും പഠിച്ചു കഴിഞ്ഞ ആളുകൾ. കഴിഞ്ഞ ദിവസം നവംബർ 14 ആയിരുന്നല്ലോ ചിൽഡ്രൻസ് ഡേ. പിള്ളേർ പഠിക്കണോ വലിയവരാണോ പഠിക്കുന്നതെന്നല്ല, ചിൽഡ്രൻസ് ഡേ ആയിരുന്നു. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തുടങ്ങാമെന്നല്ല, നവംബർ ആയിരുന്നല്ലോ, ചിൽഡ്രൻസ് ഡേ കഴിഞ്ഞു പോയി. ഓക്കെ, എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് പാസ്റ്റ് ടെൻസ് ഓഫ് വെർബ്, ഡൂയിങ് വർക്ക്സ്. പാസ്റ്റ് ടെൻസ് ഓഫ് വർക്ക്സ് വെർബാണ് നമ്മളിങ്ങനെ പഠിച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പാസ്റ്റ് ടെൻസ്, ഡൂയിങ് വെർബ്, സെയിം വെർബ്, ഡൂയിങ് വെർബ് ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. ഡൂയിങ് വെർബുമായിട്ട് കൂടുതലും ഡൂയിങ് വെർബാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രസൻറ്റിലും പാസ്റ്റിലും ഒരുമിച്ച് ചേർത്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസൻറ്റ് കഴിഞ്ഞാൽ എപ്പോഴും പാസ്റ്റ്, അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ രീതിയിൽ തന്നെ കൊടുക്കണം. പ്രസൻറ്റ് പാസ്റ്റ് എന്നുള്ള വ്യത്യാസം തെറ്റിപ്പോകരുത്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്ന് നമുക്ക് അതിന് വേണ്ടിയിട്ട് ചില ക്വസ്റ്റ്യൻ വേർഡ് അത് നമുക്ക് പഠിക്കാം. വാട്ട് എല്ലാവർക്കും അറിയാം. വാട്ട് എന്താ നമ്മൾ അതിൻ്റെ അർത്ഥം? എന്ത്. വാട്ട്, എന്ത്, ഏത്. വാട്ട് അതിൻ്റെ മീനിങ് എന്ത്, ഏത്. വാട്ട് ടൈം വെച്ചാൽ ഏത് സമയം. വാട്ട് ടൈം ഏത് സമയം. ഇനി വേക്കപ്പ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നതെന്ന് പറയുന്നതാണ് വേക്കപ്പ്. ഉണർന്നെഴുന്നേൽക്കുന്നത്. അതിന് വേറൊരു വേർഡുണ്ട്, വാക്കുണ്ട്, ഗെറ്റപ്പ്. വേക്കപ്പ് ഉണർന്നെഴുന്നേൽക്കുക, ഗെറ്റപ്പ് ഉണർന്നെഴുന്നേൽക്കുക. ഗെറ്റപ്പ്, വേക്കപ്പ്, ഈ രണ്ട് വേർഡ് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും മതി ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് പഠിക്കാം. ഏതൊക്കെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. വാട്ട് എന്ത്, ഏത്. വാട്ട് ടൈം ഏത് സമയം. വേക്കപ്പ് ഉണർന്നെഴുന്നേൽക്കുക, അതിനൊരു വേർഡ് കൂടെ ഉണ്ട്, ഗെറ്റപ്പ്. ഇനി അത് ചില പ്രിപ്പോസിഷൻസ് ഉണ്ട്. പ്രിപ്പോസിഷൻ ഒരു പ്രിപ്പോസിഷൻ നമുക്കൊന്ന് പഠിക്കാം. പ്രിപ്പോസിഷൻ എന്ന് എല്ലാവരും പ്രിപ്പോസിഷൻ എന്ന് പറയും. ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടില്ല, പ്രീപൊസിഷൻ എന്നും പറയാം. പ്രിപ്പോസിഷന് പ്രീപൊസിഷൻ. അറ്റ് ഒരു പ്രിപ്പോസിഷനാണ്. അതിൻ്റെ മീനിങ് ഇക്ക്, ഇൽ, ഇന്ന് നായുടെ ഇന്നായത് ഇന്ന് എന്നൊക്കെ വരുന്നിടത്ത് അറ്റ് ഉപയോഗിക്കാം. അപ്പം അറ്റ് എന്നുള്ളതിന് ഇക്ക്, ഇൽ, ഇന്ന് എന്നൊക്കെ നമ്മൾ പറയും. അത്രയേ ഉള്ളൂ. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കാം. സെൻറ്റൻസുകൾ പറഞ്ഞു. എന്നും രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേൽക്കും. എന്നും രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേൽക്കും. എന്നും രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേൽക്കും. എന്നും രാവിലെ എന്നങ്ങനെ പറയും. എവരി മോർണിംഗ്. എന്നും രാവിലെ. അപ്പോൾ എന്നും രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേൽക്കുക. രാവിലെ ഉണർന്നെഴുന്നേൽക്കുക. അതിന് നമ്മൾ എന്താ പറയുന്നത്? വേക്കപ്പ് അല്ലെങ്കിൽ ഗെറ്റപ്പ്. ഇവിടെ നമുക്ക് ഗെറ്റപ്പ് ഉപയോഗിക്കാം. ഐ ഗെറ്റപ്പ് അറ്റ് 6 o'clock every morning. I get up at 6 o'clock every morning. എല്ലാ ദിവസവും, എന്നും അല്ലെങ്കിൽ എല്ലാ ദിവസവും, എന്നും നമ്മൾ പറയത്തില്ല എന്നും രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേൽക്കും. എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും. I get up at 6 o'clock every morning.
ഇനി ഇന്നലെ രാവിലെ എപ്പോഴാണ് നിങ്ങൾ എഴുന്നേറ്റത്? എപ്പോഴാണ് നിങ്ങൾ എഴുന്നേറ്റത്? എപ്പോഴാണെന്നുള്ളതിന് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ വേർഡിൽ ഏതാണ് വരുന്നത്? എപ്പോഴാണെന്നുള്ളത് ഏത് സമയത്താണ് ഇന്നലെ രാവിലെ നിങ്ങൾ എഴുന്നേറ്റത്? എപ്പോഴാണ്, അത് ഏത് സമയമെന്നാണ്, ഏത് സമയത്താണെന്നുള്ളത്. അതിന് നമ്മൾ ഉപയോഗിച്ച ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? വാട്ട് ടൈം. നിങ്ങൾ തന്നെ ഇത് പറഞ്ഞ് പഠിക്കണം. വാട്ട് ടൈം. അതിന് വേറൊരു വേർഡുണ്ട്, നമുക്ക് പഠിക്കാം. അപ്പോൾ പഠിപ്പിക്കുന്ന ഈ വേർഡ് കൊണ്ട് നമുക്ക് പറയാം. എപ്പോഴാണ് നിങ്ങൾ ഇന്നലെ രാവിലെ എപ്പോഴാണ് നിങ്ങൾ എഴുന്നേറ്റത്? അപ്പോൾ ഇന്നലെയാണ്, കഴിഞ്ഞു പോയി, പാസ്റ്റ് ടെൻസ് ഇന്നലെ. അപ്പം ഈ ഗെറ്റപ്പ് എന്നുള്ള വേർഡ് അതെങ്ങനെ പോവും? ഇന്നലെ എന്ന് പറയുമ്പം ഗെറ്റ് ഗോട്ട് അങ്ങനെ. അപ്പം നമ്മളിങ്ങനെ ഓർത്താൽ മതി. ഡു പ്രസൻറ്റ് ടെൻസിൽ ഡൂവും ഡെസ്സും വരും. ഡൂവും ഡെസ് ഓക്സിലറി വെർബ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഡിഡാണ്. അപ്പോൾ നമ്മൾ ഡൂയിങ് വെർബാണ്. നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ എഴുന്നേറ്റത് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഡ് ഇവിടെ ഉപയോഗിക്കും. ക്വസ്റ്റ്യനിൽ ഡിഡ് ഗെറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഡിഡ് ഗെറ്റ്. ഇനി നമുക്കതൊന്ന് പറഞ്ഞു നോക്കാം. ഇന്നലെ രാവിലെ എപ്പോഴാണ് നിങ്ങൾ എഴുന്നേറ്റത്? വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് അപ്പ് യെസ്റ്റർഡേ മോർണിംഗ്? What time did you get up yesterday morning? What did you get up yesterday? Yesterday എന്ന് പറഞ്ഞാൽ yesterday morning അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. What did you get up yesterday morning? ഇന്നലെ രാവിലെയും ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. ഇന്നലെ രാവിലെയും ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. ഐ ഗെറ്റിൻ്റെ ഗോട്ടാണ് ഞാൻ പറഞ്ഞത്. അഡിഡ് ഗെറ്റൂടെ അങ്ങ് ചേരുമ്പോൾ ഗോട്ടാണ്, പാസ്റ്റ് ടെൻസാണ്. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock യെസ്റ്റർഡേ മോർണിംഗ്. എന്നിട്ട് അതിൻ്റെ കൂടെ ഓൾസോ. ഈ ഓൾസോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. അല്ലെങ്കിൽ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾസോ കൂടെ, അത്രയേ ഉള്ളൂ. ഇന്നലെ രാവിലെയും ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇന്നലെയും എന്നല്ല, ഇന്നലെ രാവിലെയും ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock യെസ്റ്റർഡേ മോർണിംഗ് ഓൾസോ. ഇനി എപ്പോഴാണ് നിങ്ങൾ പ്രാതൽ കഴിക്കുന്നത്? പ്രാതൽ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമ്മൾ പറയും. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയും പറയും. ഞാൻ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. പിന്നെ എനിക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയും പറയും. എപ്പോഴാണ് നിങ്ങൾ പ്രാതൽ കഴിക്കുന്നത്? ഇവിടെ നമ്മൾ വാട്ട് ടൈം എന്ന് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ യൂഷ്വലി സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് വെൻ. അപ്പം നമ്മൾ ഇത് പ്രസൻറ്റ് ടെൻസിലാണ് ചോദിക്കുന്നത്. കഴിച്ചതെന്നല്ല ചോദിക്കുന്നത്, കഴിക്കുന്നത്. എപ്പോഴാണ് നിങ്ങൾ പ്രാതൽ കഴിക്കുന്നത്? വെൻ ഡു യു കഴിക്കുക? ഈറ്റ്. അതിനെ എടുത്ത് പറയണ്ട, അത് പഠിച്ചതാണ്. വെൻ ഡു യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? എപ്പോഴാണ് നിങ്ങൾ പ്രാതൽ കഴിക്കുന്നത്? അപ്പോൾ അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും നമ്മൾ പഠിക്കാം.